ഓം ഗം ഗുരുഭ്യോ നമഃ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ശ്രീമദ് ഭഗവത്ഗീതയിലെ 4-ാം അധ്യായത്തിലെ 16 മുതൽ 20 വരെയുള്ള ശ്ലോകങ്ങൾ നോക്കാം. കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷസേ ശുഭാത്. കിം കർമ്മ കിം അകർമ്മ ഇതി കവയഃ അപി അത്ര മോഹിതാഃ തത് തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷ്യസേ അശുഭാത്. കിം കർമ്മ എന്താണ് കർമ്മം? കിം അകർമ്മ എന്താണ് അകർമ്മം? കവയഃ അപി അത്ര മോഹിതാഃ വളരെ അറിവുള്ള ജ്ഞാനികൾ പോലും ഈ കാര്യത്തിൽ മോഹിതരാണ്. തത്തേ കർമ്മ പ്രവക്ഷ്യാമി നിനക്കായിക്കൊണ്ട് ഞാൻ ആ കർമ്മം പറഞ്ഞു തരാം. ഏതാന്നാൽ യജ്ഞാത്വ ഏതൊന്നറിഞ്ഞിട്ട് മോക്ഷ്യസേ അശുഭാത് അശുഭത്തിൽ നിന്ന് മോചിക്കാൻ സാധിക്കും, മുക്തനാകാൻ സാധിക്കും. കർമ്മം എന്ത് അകർമ്മം എന്ത് എന്ന് നിശ്ചയിക്കുന്ന കാര്യത്തിൽ അറിവുള്ളവർ പോലും മോഹിതരാകുന്നു. പിന്നെ അജ്ഞാനികളുടെ കാര്യം പറയേണ്ടതുണ്ടോ? അങ്ങനെയിരിക്കെ ഏതൊന്നിനെ അറിഞ്ഞാലാണോ എല്ലാ അശുഭങ്ങളിൽ നിന്നും നിശേഷം മുക്തനായിട്ട് മോചിതനാകാൻ സാധിക്കുന്നുവോ ആ കർമ്മം ഞാൻ നിനക്ക് പറഞ്ഞു തരാം. ഇവിടെ ചെയ്യേണ്ടതെന്ത്, ചെയ്യാൻ പാടില്ലാത്തതെന്ത് എന്ന വിഷയത്തിൽ വളരെ അറിവുള്ള ജ്ഞാനികൾ പോലും സ്വയം വ്യക്തതയില്ലാത്ത അവസ്ഥ ഉള്ളതാണ്. അറിവുള്ളവർക്ക് പോലും കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യരുതാത്തത് എന്ന് നിശ്ചയമില്ല. അങ്ങനെയിരിക്കെ അറിവില്ലാത്ത ആളുകളുടെ കാര്യം എന്ത് പറയാൻ? അവർ എല്ലാ പ്രകാരത്തിലും അറിവില്ലായ്മ കൊണ്ട് പല ചെയ്യേണ്ടത് ചെയ്യാത്തതും ചെയ്യരുതാത്തത് ചെയ്തും ഒക്കെ പാപങ്ങളെ നേടുന്നവരായിരിക്കും. പക്ഷേ ഏതൊരാളാണോ സൽക്കർമ്മം ഏത് ദുഷ്കർമ്മം ഏത് അല്ലെങ്കിൽ ചെയ്യേണ്ടത് ഏത് ചെയ്യരുതാത്തത് ഏത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നത് അവർ ഈ സംസാര ദുഃഖത്തിൽ നിന്നെല്ലാം നിശേഷം മോചിതരായിത്തീരുന്നു. ഇപ്പോൾ അപ്രകാരമുള്ള കർമ്മങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഞാൻ നിനക്ക് പറഞ്ഞു തരാം എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. പലപ്പോഴും എത്ര അറിവുള്ളവരാണ് എന്ന് വന്നാലും ചില സമയങ്ങളിൽ അവരുടെ മാനസിക നില തെറ്റിക്കൊണ്ട് പല അകർമ്മങ്ങളും ചെയ്തു എന്ന് വരാം. ആത്മോപദേശത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട്, പ്രകൃതി പിടിച്ചു ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. വികൃതി വിടുന്നതിനായി വേല ചെയ്വീൽ ആകൃതി ഫലാഗ്രഹമറ്ററിഞ്ഞിടേണം. പ്രകൃതി പിടിച്ച് ചുഴറ്റിടും പ്രകാരം സുകൃതികൾ പോലും അഹോ ചുഴന്നിടുന്നു. വളരെ ജ്ഞാനമെല്ലാം സമ്പാദിച്ചിരിക്കുന്ന ആളുകൾ പോലും അവരുടെ പ്രകൃതി പിടിച്ച് ചുഴറ്റിക്കഴിഞ്ഞാൽ അവർ അതിലിരുന്ന് ചുഴന്നു പോകും എന്നാണ് പറയുന്നത്. എങ്ങനെയാണോ യന്ത്രാരൂഢാനിമായ എന്ന് ഗീതയിൽ കുറച്ച് കഴിയുമ്പോൾ പറയും. നമ്മളെല്ലാം ഈശ്വര സർവഭൂതാനാം ഹൃദയശേ അർജുന തിഷ്ഠതി ഭ്രാമയൻ സർവഭൂതാനി യന്ത്രാരൂഢാനി മായയ എന്ന് 18-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്.
അവിടെ പറയുന്നത് എല്ലാ ജീവജാലങ്ങളുടെയും ഉള്ളിൽ ഈശ്വരൻ കുടികൊള്ളുന്നു. പക്ഷേ ആ ഈശ്വരൻ അവിടെ ഇരുന്നിട്ട് ഈ മായയാൽ മൂടപ്പെട്ട് കിടക്കുകയാണ്. യന്ത്രാരൂഢാനുമായ, എങ്ങനെയാണോ ഒരു ജയൻ്റ് വീലിൽ കയറിയിരുന്ന് ഒരാൾ കറക്കപ്പെടുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മളെല്ലാവരും ഈ മായയുടെ വലയത്തിൽപ്പെട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് മോചനം നേടാനുള്ള മാർഗമാണ് അറിവ്. ആ അറിവിനെ ഞാൻ നിനക്ക് ഉപദേശിച്ചു തരാം എന്നാണ് ഇവിടെ ഭഗവാൻ പറയുന്നത്. കിം കർമ്മ കിമകർമ്മേതി കവയോപ്യത്ര മോഹിതാഃ തത്തേ കർമ്മ പ്രവക്ഷ്യാമി യജ്ഞാത്വാ മോക്ഷസേ ശുഭാത്. കർമ്മണോ ഹ്യഭിബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോദ്ധവ്യം ഗഹനാ കർമ്മണോ ഗതിഃ. കർമ്മണഃ ഹി അഭിബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണഃ അകർമ്മണഃ ച ബോദ്ധവ്യം ഗഹനാ കർമ്മണഃ ഗതിഃ. കർമ്മണഃ ഹി അഭിബോദ്ധവ്യം, കർമ്മത്തെക്കുറിച്ച് അറിയപ്പെടേണ്ടതാണ്. ബോദ്ധവ്യം ച വികർമ്മണഃ, നിഷിദ്ധ കർമ്മങ്ങൾ പാപകർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ അറിയേണ്ടതാണ്. അകർമ്മണഃ ച ബോദ്ധവ്യം, കർമ്മം ചെയ്യാതിരിക്കലിനെക്കുറിച്ചും അറിയേണ്ടതാണ്. ഗഹന കർമ്മണഃ ഗതിഃ. ഈ കർമ്മത്തിൻ്റെയും നിഷിദ്ധമായ കർമ്മത്തിൻ്റെയും അകർമ്മത്തിൻ്റെയും യഥാർത്ഥമായ സ്വരൂപം അറിയേണ്ടത് തന്നെയാണ്. കാരണം കർമ്മത്തിൻ്റെ ഗതി എന്ന് പറയുന്നത് വളരെ ആഴമേറിയതാണ്, അറിയാൻ പ്രയാസമുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളിലും എന്താണ് ചെയ്യാൻ നല്ലത്, ഉത്തമമായത്, എന്താണ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ വിലക്കപ്പെടേണ്ടത്, എന്താണ് ചെയ്യാതിരിക്കേണ്ടത് എന്നുള്ളതെല്ലാം വ്യക്തമായി നമ്മൾ മനസ്സിലാക്കണം. എന്തുകൊണ്ടെന്നാൽ ഈ കർമ്മങ്ങളാണ് അതിൻ്റെ കർമ്മഫലങ്ങളായി നമ്മൾ വീണ്ടും വീണ്ടും പുനർജന്മത്തിന് കാരണഭൂതന്മാരായിത്തീരുന്നത്. ഏതൊരു കർമ്മങ്ങളെ അനുഷ്ഠിച്ചാലാണോ നമ്മളിൽ നന്മകൾ വന്നു ചേരുന്നത്, ഏതൊരു നിഷിദ്ധ കർമ്മങ്ങൾ ആചരിക്കാതിരുന്നാലാണ് നമ്മളിൽ പാപങ്ങളൊന്നും ഏൽക്കാതിരിക്കുന്നത്, എന്തെല്ലാം കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്, ചെയ്യരുതാതെ ഇരിക്കേണ്ടത്, അപ്രകാരമുള്ള ഈ കർമ്മത്തിൻ്റെ 3 ഗതികളെയും 3 തരങ്ങളെയും വിശദമായി നമ്മൾ അറിയുക തന്നെ വേണം. അതറിയാത്തവരാണ് അജ്ഞാനികളായിട്ട് ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ ജനന മരണ ചക്രത്തിൽ പെട്ട് ഉഴലുന്നത്. അങ്ങനെ ജനിമരണങ്ങളിൽപ്പെട്ട് ഉഴലാതിരിക്കണമെങ്കിൽ ഈ കർമ്മങ്ങളുടെ ഗഹനമായ രീതികളെക്കുറിച്ച് നമ്മൾ പഠിക്കുക തന്നെ വേണം. അതറിഞ്ഞുകൊണ്ട് ഓരോ കർമ്മങ്ങളും അനുഷ്ഠിക്കുമ്പോൾ നിശ്ചയമായും നമ്മളിലേക്ക് നന്മകൾ വരികയും തിന്മകൾ വരാതിരിക്കുകയും മോശമായ കർമ്മങ്ങൾ ആചരിച്ചിട്ട് അതിൻ്റെ വിഷമതകൾ അനുഭവിക്കേണ്ടതായി വരാത്ത അവസ്ഥയും എല്ലാം നമുക്ക് സംജാതമാക്കി എടുക്കാൻ സാധിക്കും. പക്ഷേ അതിന് കർമ്മങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയണം. ഉദാഹരണമായിട്ട് നമ്മൾ ജനിച്ച് നമ്മളെ പരിപാലിച്ച് പോഷിപ്പിച്ച് വന്ന മാതാപിതാക്കൾ, അവരോട് നാം എന്തെല്ലാം ധർമ്മങ്ങൾ ആചരിക്കണം, എന്തെല്ലാം നമ്മൾ ചെയ്യരുതാത്തതാണ്, നിഷിദ്ധമായിട്ടുള്ളത്, പിന്നെ എന്തെല്ലാമാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്. ഇങ്ങനെയുള്ള കർമ്മങ്ങളെയെല്ലാം നമ്മൾ മനസ്സിലാക്കി എടുക്കുമ്പോഴാണ് നമുക്ക് അവരിൽ നിന്നെല്ലാം അനുഗ്രഹമുണ്ടാകുന്നത്. നമുക്ക് ജന്മം തന്ന മാതാപിതാക്കൾ വളരെയേറെ കഷ്ടതകൾ അനുഭവിച്ച് തന്നെയാണ് നമുക്ക് ഇത്രത്തോളം എത്താനായിട്ട് പിന്താങ്ങിയത്. ഓരവസരങ്ങളിൽ പോലും
അവർക്ക് സങ്കടമുണ്ടാകുന്ന ഒരവസ്ഥ നമ്മുടെ പ്രവൃത്തിയിൽ നിന്ന്, കർമ്മങ്ങളിൽ നിന്ന് ഉണ്ടാകാതിരിക്കാൻ ഓരോരുത്തരും പ്രത്യേകം ശ്രദ്ധിക്കണം. അങ്ങനെയുള്ള ആ ശ്രദ്ധ ഒന്നു മാത്രം നമ്മളിൽ അവരുടെയെല്ലാം അനുഗ്രഹം നേടുവാനുള്ള യോഗ്യതയെ നൽകും. അതേസമയം നിരന്തരമായിട്ട് അവരുടെ വാക്കുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാതെയും അവരെ എത്രമാത്രം ദുഃഖിപ്പിക്കാമോ അതെല്ലാം ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുഗ്രഹം ലഭിക്കാതെ പോവുക തന്നെ ചെയ്യും. തന്നെയുമല്ല, എപ്പോഴെല്ലാം അവരിൽ ഒരു ദുഃഖമുണ്ടാകുന്നുവോ അതെല്ലാം നമ്മളിൽ ഒരു താപമായി അവശേഷിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടതായും വരും. അപ്പോൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് എന്തെല്ലാം ചെയ്യാമോ, എന്തെല്ലാമാണ് ചെയ്യാതിരിക്കേണ്ടത്, ഏതെല്ലാം നിഷിദ്ധങ്ങളായ കർമ്മങ്ങളെയാണ് ഉപേക്ഷിക്കേണ്ടത് എന്നെല്ലാം വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിക്കണം. അപ്രകാരത്തിലുള്ള അറിവേ നമ്മളെ ശ്രേഷ്ഠതയിലേക്ക് നയിക്കുകയുള്ളൂ. ആ അറിവ് നേടാതിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അജ്ഞാനത്തിൽ ആണ്ടുപോയിട്ട് നിഷിദ്ധ കർമ്മങ്ങളൊക്കെ ചെയ്തു എന്ന് വരാം. അതിൻ്റെ പാപഫലങ്ങളെ നമ്മളറിയാതെ നമ്മളിലേക്ക് ആരോപിക്കപ്പെടുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിച്ചേരും. അതെല്ലാം ഒഴിവാക്കി ശുദ്ധമായ ജീവിതം നയിക്കാനായിട്ട് നമ്മൾ ഓരോരുത്തരെയും പ്രാപ്തമാക്കുന്നതാണ് ഭഗവാന്റെ ഈ ഉപദേശം. കർമ്മണോ ഹ്യഭിബോദ്ധവ്യം ബോദ്ധവ്യം ച വികർമ്മണഃ അകർമ്മണശ്ച ബോദ്ധവ്യം ഗഹന കർമ്മണോ ഗതിഃ. കർമ്മണ്യകർമ്മയ പശ്യേത് അകർമ്മണി ച കർമ്മയഃ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്തഃ കൃഷ്ണകർമ്മകൃത്. കർമ്മണി അകർമ്മഃ യ പശ്യേത്. കർമ്മണി അകർമ്മ യഃ പശ്യേത് അകർമ്മണി ച കർമ്മ യഃ സഹ ബുദ്ധിമാൻ മനുഷ്യേഷു സഹ യുക്തഃ കൃഷ്ണകർമ്മകൃത്. കർമ്മണി അകർമ്മ യഃ പശ്യേത്. യഃ ഏതൊരാളാണോ കർമ്മണി കർമ്മത്തിൽ അകർമ്മ പശ്യേത് അകർമ്മത്തെ കാണുന്നത്, കർമ്മത്തിൽ അകർമ്മത്തെ കാണാൻ ഏതൊരാൾക്കാണോ സാധിക്കുന്നത്, അതുപോലെ അകർമ്മണി ച കർമ്മ യഃ ഏതൊരാൾക്കാണോ അകർമ്മത്തിൽ കർമ്മത്തെയും കാണാൻ കഴിയുന്നത്, സഹ അയാൾ മനുഷ്യേഷു ബുദ്ധിമാൻ മനുഷ്യരിൽ വെച്ചിട്ട് ബുദ്ധിമാനാകുന്നു. സഹ യുക്ത കൃഷ്ണകർമ്മകൃത് അയാൾ യുക്തനാണ്, യോഗിയാണ്. തന്നെയുമല്ല കൃഷ്ണകർമ്മകൃത് ചെയ്യേണ്ടതായ കർമ്മങ്ങളെയൊക്കെ പൂർണ്ണമായി ചെയ്യുന്നവനും ആകുന്നു. അപ്പോൾ ഏതൊരാളാണോ കർമ്മത്തിൽ അകർമ്മത്തെയും അകർമ്മത്തിൽ കർമ്മത്തെയും കാണാൻ കഴിയുന്നത് അയാൾ മനുഷ്യരിൽ വെച്ചിട്ട് ബുദ്ധിമാനാകുന്നു. കാരണം അയാൾ യോഗിയും കർമ്മങ്ങളെല്ലാം പൂർണ്ണമായി ചെയ്യുന്നവനും ആകുന്നു. അപ്പോൾ ഈ കർമ്മങ്ങളിലെല്ലാം എന്തുകൊണ്ടാണ് കർത്തൃത്വം ഉണ്ടാകുന്നത് എന്നതാണ് ചിന്തിക്കേണ്ട വിഷയം. അജ്ഞാനം കാരണമാണ് ഈ കർമ്മങ്ങളിൽ ഞാൻ ചെയ്യുന്നു എന്നുള്ള ബോധമുണ്ടാകുന്നത്. വാസ്തവത്തിൽ ഈ ഞാൻ എന്ന് പറയുന്നത് ജീവാത്മാവാണ്. ആ ജീവാത്മാവ് ശരീരത്തോടുകൂടി ചേർന്നിരുന്നു കൊണ്ടാണ് കർമ്മങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് ആ കർമ്മങ്ങളെ ഞാൻ അല്ലെങ്കിൽ ഈ ജീവാത്മാവിലേക്ക് ആരോപിക്കുന്നു. അങ്ങനെ വരുമ്പോൾ ആ കർമ്മത്തിൽ ഒരു കർത്തൃത്വ ഭാവനയും ഫലത്തോടുള്ള ഇച്ഛയും ഒക്കെ ഉണ്ടാകുമ്പോൾ ആ കർമ്മം നമുക്ക് ബന്ധന കാരണമായിത്തീരുന്നു. ഏതൊരാൾക്കാണോ ഈ കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ ഈശ്വര സമർപ്പണമായി അല്ലെങ്കിൽ ഈശ്വരനിൽ അർപ്പിതമായി സങ്കല്പിച്ചുകൊണ്ട് ചെയ്യാൻ കഴിയുന്നത്, ആ കർമ്മങ്ങളിൽ നിന്ന് കർമ്മഫലങ്ങളൊന്നും ആഗ്രഹിക്കാതെ ഇരിക്കുന്നത് അയാളാണ് യോഗി അല്ലെങ്കിൽ യുക്തൻ എന്നെല്ലാം ഇവിടെ പറയുന്നത്. ഏതൊരു കർമ്മത്തിലാണോ കർമ്മഫലത്തിൽ ഇച്ഛ ഇല്ലാതിരിക്കുന്നത് അതാണ് നിഷ്കാമകർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ സകാമകർമ്മവും നിഷ്കാമകർമ്മവും തമ്മിലുള്ള വ്യത്യാസത്തിൽ ഈ സകാമകർമ്മം എപ്പോഴും കർത്തൃത്വ ബോധത്തെയും ഫലേച്ഛയെയും ഒക്കെ ഉളവാക്കുന്നതും, എന്നാൽ നിഷ്കാമകർമ്മമാവട്ടെ ഈ കർത്തൃത്വ ഭാവനയോ അല്ലെങ്കിൽ
കർമ്മഫലത്തിൽ ഇച്ഛയോ ഇല്ലാതെ കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ സാധിക്കുക എന്നുള്ള അവസ്ഥയും ഉണ്ടാക്കുന്ന യോഗിയായ ഒരാൾ കർമ്മങ്ങൾ അനുഷ്ഠിച്ചാലും അത് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവനയില്ലാതെ ആ കർമ്മത്തിൻ്റെ ഫലങ്ങളൊന്നും എനിക്ക് വേണം എന്ന് പൂർണ്ണമായും ആഗ്രഹമില്ലാതെ ചെയ്യാൻ കഴിയുമ്പോഴാണ് അയാൾ യോഗി എന്ന പദത്തിന് അർഹനായിത്തീരുന്നു. അപ്പോൾ ഈ യോഗം നമ്മൾ പൂർണ്ണമായും ആചരിക്കുമ്പോൾ കർമ്മഫലങ്ങളെയെല്ലാം നിശേഷം ത്യജിക്കുക എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരും. ആ അവസ്ഥയാണ് നമ്മളെ വീണ്ടും ഉന്നതമായ മോക്ഷപ്രാപ്തിയിലേക്ക് നയിക്കുവാൻ യോഗ്യരാക്കി തീർക്കുന്നത്. അതിനുള്ള മാർഗമാണ് ഭഗവാൻ ഇവിടെ ഉപദേശിക്കുന്നത്. കർമ്മണ്യകർമ്മയ പശ്യേദ് അകർമ്മണി ച കർമ്മയഃ സബുദ്ധിമാൻ മനുഷ്യേഷു സയുക്തഃ കൃഷ്ണകർമ്മകൃത് യസ്യ സർവേ സമാരംഭാ കാമസങ്കൽപ്പവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധകർമാണം തമാഹുഃ പണ്ഡിതം ബുധാഃ. യസ്യ സർവേ സമാരംഭാഃ കാമസങ്കൽപ്പവർജിതാഃ ജ്ഞാനാഗ്നി ദഗ്ധകർമാണം തം ആഹുഃ പണ്ഡിതം ബുധാഃ. യസ്യ ആരുടെയാണോ സർവേ സമാരംഭ എല്ലാവരുടെയും കർമ്മങ്ങൾ എല്ലാം കാമസങ്കൽപ്പവർജിതാഃ ആഗ്രഹങ്ങളും സങ്കല്പങ്ങളും എല്ലാം ഉപേക്ഷിച്ചതായി തീരുന്നത് ജ്ഞാനാഗ്നി ദഗ്ധകർമാണം ജ്ഞാനമാകുന്ന അഗ്നിയിൽ ദഹിക്കപ്പെടുന്നതായ ആ കർമ്മങ്ങൾ അയാളെ തം ആഹു അയാളെ പറയുന്നത് പണ്ഡിതൻ എന്നാണ് ബുധാഹ അറിവുള്ളവർ പറയുന്നത്. അപ്പോൾ ഏതൊരാളാണോ അയാളുടെ കർമ്മങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം ഈ ജ്ഞാനാഗ്നിയാകുന്ന അഗ്നിയിൽ ദഹിപ്പിച്ചിട്ടുള്ളത് അയാളെയാണ് പണ്ഡിതൻ എന്ന് അറിവുള്ളവർ പറയുന്നു. ഏതൊരു ആളാണോ അയാളുടെ കർമ്മങ്ങൾ എല്ലാം അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ ഫലേച്ഛയോ അല്ലെങ്കിൽ ആഗ്രഹങ്ങളോ സങ്കല്പങ്ങളോ ഒന്നും ഇല്ലാത്തവനായിട്ട് അറിവിൻ്റെ ആ അഗ്നിയിൽ എല്ലാ കർമ്മങ്ങളും ദഹിപ്പിച്ചിരിക്കുന്ന ആ ആളെയാണ് അറിവുള്ളവർ പണ്ഡിതൻ എന്ന് പറയുന്നത്. പ്രാഥമികമായിട്ട് കർമ്മങ്ങളുടെ എല്ലാം ഫലങ്ങളെ നിശേഷം ത്യജിക്കുവാൻ ആർക്ക് സാധിക്കുന്നുവോ ഏതൊരാൾക്കാണോ കർമ്മഫലങ്ങളോട് യാതൊരു പ്രതിപത്തിയും ഇല്ലാത്ത കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാൻ സാധിക്കുന്നത് അയാളെ അറിവിൻ്റെ അഗ്നിയിൽ ഈ കർമ്മങ്ങളെയൊക്കെ ദഹിപ്പിച്ച ജ്ഞാനമുള്ളയാളായിട്ട് പണ്ഡിതനായിട്ട് അറിവുള്ളവർ പറയുന്നു. അയാളെയാണ് പണ്ഡിതൻ എന്ന് അറിവുള്ളവർ പറയുന്നത്. എല്ലാ പ്രകാരത്തിലും ഏതൊരു കർമ്മം അനുഷ്ഠിക്കുമ്പോഴും അതിൻ്റെ എല്ലാം കർമ്മഫലം ഇന്നതായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നതാണ് നമുക്കെല്ലാം നേരിടുന്ന അപചയം. ഏതൊരു കർമ്മമാണോ നമ്മൾ അനുഷ്ഠിക്കേണ്ടതായി സങ്കല്പിക്കപ്പെടുന്നത് അതെല്ലാം സ്വാഭാവികമായ രീതിയിൽ അനുഷ്ഠിച്ച് അതിൻ്റെ ഫലത്തിനായിട്ട് ഒട്ടും മനസ്സുകൊണ്ട് ആഗ്രഹിക്കാത്ത ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുന്ന ഒരാളെയാണ് ഇവിടെ പണ്ഡിതൻ എന്ന് പറയുന്നത്. നിരവധി നിഷ്കാമകർമ്മങ്ങൾ അനുഷ്ഠിച്ച് കഴിയുമ്പോൾ എത്തിച്ചേരാൻ സാധിക്കുന്ന ഒരു അവസ്ഥയാണിത്. സാധാരണഗതിയിൽ അജ്ഞാനികളായ എല്ലാവരും കർമ്മം ആചരിക്കുമ്പോൾ അതിൻ്റെ പിന്നിലുള്ള കർമ്മഫലത്തിൽ നിശ്ചയമായും ദൃഷ്ടി വച്ചിട്ട് തന്നെയാണ്. നമ്മളിപ്പോൾ ഒരു വൃക്ഷം നടുന്നു അല്ലെങ്കിൽ ഒരു വാഴ നടുന്നു.
അതിൽ നിന്ന് ഫലം കിട്ടും, ഇല കിട്ടും എന്നെല്ലാം കരുതിയിട്ട് തന്നെയാണ് നമ്മളതിനെ ജലസേചനം ചെയ്ത് പുഷ്ടിപ്പെടുത്തി വളർത്തിക്കൊണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ ഫലം കിട്ടിയില്ലെങ്കിൽ നമുക്ക് ഒരു നിരാശയുണ്ടാവും. കിട്ടുമെന്നുള്ള ആശയും അതുള്ളിടത്തോളം കാലം ഉണ്ടാവും. അപ്പോൾ ഈ ആശയും നിരാശയും ഒക്കെ നമ്മളുടെ മനസ്സിനെ കർമ്മബന്ധിതമാക്കുന്നു എന്നാണ്. മനസ്സിന് എപ്പോഴാണോ കർമ്മബന്ധനങ്ങളിൽ നിന്ന് മോചനം സിദ്ധിക്കുന്നത്, അത് നിരവധിയായ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതിൻ്റെ കർമ്മഫലങ്ങളൊക്കെ അനുഭവിച്ച് അതിൽ വിരക്തി വരുമ്പോഴാണ്. ഈ കർമ്മത്തിൻ്റെ ഫലം എനിക്ക് യാതൊരു പ്രകാരത്തിലും ആവശ്യമില്ലാത്തതാണ് എന്ന് എപ്പോഴാണോ സങ്കല്പിക്കാൻ കഴിയുന്നത്, അപ്പോഴാണ് നിഷ്കാമകർമ്മം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ കർമ്മം നിഷ്കാമമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നു. ഇപ്പോൾ മൃത്യുഞ്ജയ മന്ത്രത്തിൽ പറയും, ത്രയംബകം യജാമഹേ സുഗന്ധിം പുഷ്ടിവർദ്ധനം ഉർവാരികം ഇവ ബന്ധനാത് മൃത്യോർമുക്ഷീയ മാമൃതാത്. ഉർവാരികം ഇവ ബന്ധനാത് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണോ ഒരു വെള്ളരി അത് അതിൻ്റെ തണ്ടിൽ നിന്ന് ഉണങ്ങി വേർപെട്ട് പോകുന്നത് എന്നതുപോലെയാണ് നമുക്കും ഈ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ സാധിക്കുന്ന അത്ര ഈ ശരീരം ജീവാത്മാവോടുകൂടി നിലനിന്നിട്ട് എപ്പോഴാണോ അത് സ്വാഭാവികമായിട്ട് ഉണങ്ങിപ്പോകുന്നത് അപ്പോൾ വരേക്കും ഈ ശരീരത്തിൽ നിന്നുകൊണ്ട് കർമ്മങ്ങൾ അനുഷ്ഠിച്ച് പരമപദത്തിലെത്താൻ സാധിക്കണം എന്നുള്ളതാണ് അവിടെ അർത്ഥമാക്കുന്നത്. എന്ന് പറഞ്ഞതുപോലെ നമുക്കും നിരവധിയായ നിഷ്കാമകർമ്മങ്ങൾ അനുഷ്ഠിച്ച് അതിൻ്റെ ഫലപൂർത്തിയെ ആശ്രയിക്കാതെ ജീവിക്കാവുന്ന ഒരവസ്ഥ നിരവധി തവണ കർമ്മങ്ങൾ അനുഷ്ഠിച്ചതിന് ശേഷം മാത്രം ലഭിക്കുന്ന. പ്രാഥമികമായിട്ട് എല്ലാ കർമ്മങ്ങളുടെയും കർമ്മഫലങ്ങൾ നമ്മൾ ആഗ്രഹിക്കുക സ്വാഭാവികമാണ്, മനുഷ്യ സഹജമാണ്. അത് നിരവധി തവണ ആചരിച്ച് കഴിയുമ്പോൾ നമുക്കതിൻ്റെ കർമ്മഫലത്തോടുള്ള ഇച്ഛ കുറഞ്ഞു വന്ന് അത് തീരെ ഇല്ലാതായിത്തീരും. ആ വെള്ളരി അതിൻ്റെ തണ്ടിൽ നിന്ന് ഉണങ്ങി വേർപെടുന്നത് പോലെ. അപ്രകാരമുള്ള ആ സങ്കല്പത്തിലേക്കാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് എന്നാണ്. യസ്യ സർവേ സമാരംഭ കാമസങ്കല്പവർജിതാഃ ജ്ഞാനാഗ്നിദഗ്ധ കർമാണം തമാഹു പണ്ഡിതം ബുധാഃ ത്യക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഃ. ത്യക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തഃ നിരാശ്രയഃ കർമ്മണി അഭിപ്രവൃത്തഃ അഭി ന ഏവ കിഞ്ചിത് കരോതി സഃ. ത്യക്ത്വാ കർമ്മഫലാസംഗം, എല്ലാ കർമ്മഫലത്തിലുള്ള ആസക്തിയും ത്യജിച്ചിട്ട് നിത്യതൃപ്തഃ നിരാശ്രയഃ, എപ്പോഴും തൃപ്തിയോടുകൂടിയും നിരാശ്രയഃ മറ്റൊന്നിനെയും ആശ്രയിക്കാത്തവനുമായ സഹ അയാൾ, ആ യോഗി കർമ്മണി അഭിപ്രവൃത്തഃ അഭി, അയാൾ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവനായാൽ പോലും ന ഏവ കിഞ്ചിത് കരോതി സഹ, അയാൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ കർമ്മഫലത്തിലുള്ള ആസക്തി പൂർണ്ണമായും ഉപേക്ഷിച്ചിട്ട് സദാസമയവും ആനന്ദമയനായിട്ട് അല്ലെങ്കിൽ സംതൃപ്തനായിട്ട് ഒന്നിനെയും ആശ്രയിക്കാത്തവനായിട്ട് ഉള്ള അയാൾ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്നാൽ പോലും ഒന്നും ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. എപ്പോഴും കർമ്മഫലത്തിലുള്ള ആസക്തിയും നമ്മുടെ മനസ്സിൻ്റെ തൃപ്താവസ്ഥയും അതുപോലെ ആവശ്യമില്ലാതെ ആരെയും അല്ലെങ്കിൽ ഒന്നിനെയും ആശ്രയിക്കാതെയും ഒക്കെ ഇരിക്കുക എന്നതാണ് ഒരു യോഗിയുടെ ലക്ഷണം എന്ന് പറയുന്നു. അങ്ങനെയുള്ളയാൾ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്നാൽ പോലും
അയാൾ ഒന്നും ചെയ്യുന്നില്ല തന്നെ എന്നാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. എപ്പോഴാണോ കർമ്മങ്ങൾ അതിൻ്റെ കർമ്മഫലത്തിൽ ആഗ്രഹിച്ചുകൊണ്ട് അനുഷ്ഠിക്കപ്പെടുന്ന അപ്പോൾ ആ കർമ്മം ചെയ്യുന്നു എന്നുള്ള ബോധം നമുക്കുണ്ടാകുന്നു. അതേസമയം കർമ്മഫലത്തോട് യാതൊരു തൃഷ്ണയും ഇല്ലാതെ സ്വാഭാവികമായിട്ട് ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കേണ്ടതാണ് എന്നുള്ള ബോധത്തോടു കൂടി കർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ കർമ്മഫലത്തോട് യാതൊരു ഇച്ഛയും ഇല്ലാത്ത ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു. അങ്ങനെയുള്ളയാൾ കർമ്മങ്ങളിൽ ഏർപ്പെട്ടിരുന്നാൽ പോലും യാതൊന്നും ചെയ്യുന്നില്ല എന്നുള്ള ഭഗവാന്റെ ഈ ഉപദേശം അനുസരിച്ചുള്ള കർമ്മമാകുന്നു. ഈ കർമ്മങ്ങളെയും വികർമ്മങ്ങളെയും അകർമ്മങ്ങളെയും ഒക്കെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ നമ്മൾ ചൂഴ്ന്ന് അറിഞ്ഞെങ്കിൽ മാത്രമേ ഇതിൻ്റെ ആശയം സ്വാംശീകരിക്കാൻ സാധിക്കുകയുള്ളൂ. അല്ലാത്ത പക്ഷം കേവലം ഇതെല്ലാം വാക്കുകൾ മാത്രമായും ഇതെല്ലാം അനുഭവവേദ്യമാവാൻ സാധിക്കാത്ത കാര്യങ്ങളായും എല്ലാം നമ്മളുടെ മനസ്സിൽ അടിഞ്ഞുകൂടുകയേ ഉള്ളൂ. ഇതെല്ലാം നമ്മളുടെ സ്വജീവിതത്തിൽ ഏത് പ്രകാരത്തിലാണോ പ്രവൃത്തിപഥത്തിലേക്ക് എത്തിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ ആചരിച്ചാലാണ് ഇപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുവാൻ സാധിക്കുന്നത്, അതിനെയാണ് നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കിയെടുക്കേണ്ടത്. അല്ലെങ്കിൽ സദാസമയവും അജ്ഞാന നിമിത്തം പല നിഷിദ്ധകർമ്മങ്ങളും അനുഷ്ഠിച്ച് അതിൻ്റെ പാപഭാരങ്ങളെല്ലാം ഏറ്റ് വീണ്ടും വീണ്ടും ജനിമൃതികളിൽ പെട്ട് ഉടലേണ്ടതായി തന്നെ വരും. അതിൽ നിന്നെല്ലാം രക്ഷ നേടുന്നതിനുള്ള മാർഗമാണ് ഈ കർമ്മത്തിൻ്റെ ഗഹനമായ ഗതിയെക്കുറിച്ച് അറിയേണ്ട ആവശ്യകതയെ ഭഗവാൻ ഊന്നി പറയുന്നത്. തെക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യഭിപ്രവൃത്തോപി നൈവ കിഞ്ചിത് കരോതി സഹ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനൈവാ പ്രകൃതിർസ്വഭാവാൻ കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.